ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ NHSൻ്റെ റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റുകളെ പറ്റി അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ പലരും പല രീതിയിൽ പല വാർത്തകൾ റിക്രൂട്ട്മെൻറ്റുകളെ പറ്റി ഷെയർ ചെയ്യുന്നുണ്ട്. എങ്കിലും ഫോർമലായിട്ട് ഗവൺമെൻറ് സൈഡിൽ നിന്ന് യാതൊരു ഇൻഫർമേഷൻ വന്നിട്ടില്ല എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഇന്നലെ നമ്മുടെ എൻവിറ്റ്സിൻ്റെ CEO ആയ നമ്മുടെ ഫെബിൻ സിറിയൊക്കെ ഒരു ലൈവ് പോയിരുന്നു, ഞാൻ കണ്ടിരുന്നു. എന്തുകൊണ്ട് ഫ്രീസായി, ഇപ്പം ഇനി എന്നാണ് നടക്കാൻ സാധ്യത എന്നൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഷെയർ ചെയ്തിരുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹവും ആ വീഡിയോകളിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുകയാണ്, ഇപ്പോൾ ഈ ഒരു സർക്കാർ ലേബർ സർക്കാർ നിലവിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 2-2.5 മാസമായി. എന്തുകൊണ്ട് പക്ഷേ റിക്രൂട്ട്മെൻറ്റുകളെ പറ്റി യാതൊരു അനക്കവും ഇല്ല. അപ്പോൾ അന്ന് സമയം കഴിഞ്ഞ മാസങ്ങളിൽ കൊണ്ട് തന്നെ അവരുടെ പ്ലാനുകൾ അവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ ഷെയർ ചെയ്തിരുന്നു. മെയിനായിട്ട് പറയുന്നത് NHSൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. The Health Secretary, Wes Streeting, has ordered an independent investigation into NHS performance, saying it was clear that the health service was broken. നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി സ്ട്രീറ്റിംഗ് ചാർജ് എടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് റിവ്യൂവിന് ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ടി അദ്ദേഹം ലോർഡ് ഡെർസി എന്ന് പറഞ്ഞ ഹെൽത്ത് മിനിസ്റ്ററും അതുപോലെ പ്രൊഫസറുമായിട്ടുള്ള നമ്മുടെ ലോർഡ് ഡെർസി, ഏകദേശം NHSലെ 30 വർഷത്തെ എല്ലാ മേഖലകളിലും 30 വർഷം എക്സ്പീരിയൻസ് ഉള്ളതുമായിട്ടുള്ള ലോർഡ് ഡെർസിയാണ് ഈ ഒരു NHSൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ലീഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നിയമിച്ചിരിക്കുന്നത്. Whether you're patients who use the NHS or staff who work in it, we can see it's broken. Ara's going to do is peel back the carpet and look at the floorboards and the foundations, because unless you get the right diagnosis of the problem, you're not going to come up with the right prescription. We're going to have a 10-year plan for the NHS 4 years' time and sit on this sofa and say, well, this is what Lord Darzi said was the situation back then. Look at the difference we've made now, and I want people to be able to judge us on the improvements that we make. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ മെയിനായിട്ട് അവർ ചെയ്യുന്നത് ടു ആക്സസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് NHS കറണ്ട് പെർഫോമൻസ് ആൻഡ് ദ ചലഞ്ചസ് ഫേസിങ് കെയർ സിസ്റ്റംസ്. അപ്പം ഇപ്പം മെയിനായിട്ട് ആ ഒരു അദ്ദേഹം ചാർജ് എടുത്തപ്പോൾ തന്നെ NHS ഈസ് ബ്രോക്കൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചാർജ് എടുത്തത്. അപ്പോഴത്തെ NHSൻ്റെ ഒരു സിറ്റുവേഷൻ ചുമലിലേൽക്കാതെ തന്നെ ബുദ്ധിപരമായിട്ടാണ് അദ്ദേഹം NHS ഈസ് ബ്രോക്കൺ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം നമ്മുടെ ഹെൽത്ത് സെക്രട്ടറി ചാർജ് എടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം NHS ഈസ് ബ്രോക്കൺ, അത് പക്ഷേ ഞങ്ങൾ അത് ഈ ഒരു NHSനെ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ലേബർ സർക്കാരിനെ കൊണ്ടാവുന്ന രീതിയിൽ അതിനെ റീഫോം ചെയ്യാൻ ശ്രമിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചാർജ് എടുത്തത്. അതിനുശേഷം അദ്ദേഹം ഇൻഡിപെൻഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ രൂപം കൊടുക്കുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ NHSൻ്റെ കറണ്ട് സ്റ്റാറ്റസും കറണ്ട് ചലഞ്ചസും ഒക്കെ പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഇൻവെസ്റ്റിഗേഷന് ശേഷം അല്ലെങ്കിൽ ആ ഒരു റിവ്യൂവിന് ശേഷം ടു ഇൻട്രൊഡ്യൂസ് എ ന്യൂ 10-year പ്ലാൻ ഫോർ ഫോക്കസിങ് ഓൺ ദിസ് ചാലഞ്ചസ്. അപ്പോൾ ഈ ഒരു ചാലഞ്ചസ് എല്ലാം പഠിച്ച് ഒരു പുതിയൊരു 10-year ടേൺ അറൗണ്ട് പ്ലാൻ ഉണ്ടാക്കുവാനാണ്, പുതിയൊരു ലേബർ സർക്കാരിൻ്റെ ഒരു പ്ലാൻ ഉണ്ടാക്കുവാനാണ് ഒരു പ്ലാൻ ഇത് ചെയ്യുന്നത്. അതുപോലെ ടു റീഫോം ആൻഡ് ഇംപ്രൂവ് ഓവറാൾ NHS സ്റ്റേറ്റ് ഓഫ് കണ്ടീഷൻ ആൻഡ് പെർഫോമൻസ്. അപ്പം NHSനെ റീഫോം ചെയ്യുവാനും ഓവറാൾ NHSൻ്റെ ഇപ്പോൾ ഉള്ള NHSൻ്റെ വളരെ ശോചനീയമായ ഒരു അവസ്ഥ മാറ്റി NHSനെ ഇമ്പ്രൂവ് ചെയ്യുവാനും അതിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുവാനും ആണ് ഇപ്പം NHSൻ്റെ ഈ ഒരു റിവ്യൂ, ഏറ്റവും വലിയൊരു റിവ്യൂ ആണ് NHSൻ്റെ ഇപ്പോൾ റിവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിവ്യൂവിൻ്റെ ഒരു ഫൈനൽ സബ്മിഷൻ അടുത്ത മാസം അവർ റിപ്പോർട്ട് അതിൻ്റെ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ NHSൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു ലോർഡ് ഡെർസിയുടെ ടീമിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു സർവേ അല്ലെങ്കിൽ ഈ ഒരു റിവ്യൂ നടത്തി വരുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഹെൽത്ത് കെയർ മേഖലയിലുള്ള എല്ലാവരെയും ഇൻവോൾവ് ചെയ്തുകൊണ്ടാണ്, എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു റിവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യൂണിയനുകൾ ഉൾപ്പെടെയാണ് അവരുടെ സജഷനുകൾ, അവരുടെ കോൺട്രിബ്യൂഷൻസും എല്ലാം ലോർഡ് ഡെർസിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ലോർഡ് ഡെർസി ടീമുമായിട്ട് RCNൻ്റെ കൂടിക്കാഴ്ചകൾ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു റിവ്യൂ നടന്നിരുന്നു. തുടർന്നാണ് RCN കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കുറച്ച് കാര്യങ്ങളാണ് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻഫർമേഷനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക. അപ്പോൾ ഫസ്റ്റ് അവർ 5 കാര്യങ്ങളാണ് നമ്മുടെ RCNൻ്റെ ഹെഡായിട്ടുള്ള നിക്കോളാസ് റേഞ്ചർ ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പം
അവർ ആദ്യം ചൂണ്ടിക്കാണിച്ച ആ ഒരു 5 കാര്യങ്ങൾ, ആദ്യത്തെ കാര്യം തന്നെ നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റിനെ പറ്റി, അല്ലെങ്കിൽ നഴ്സിംഗ് വർക്ക് ഫോഴ്സ് ക്രൈസിസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഉള്ള ഒരു നഴ്സിംഗ് വർക്ക് ഫോഴ്സ് ഷോർട്ടേജ് അല്ലെങ്കിൽ നഴ്സിംഗ് വർക്ക് ഫോഴ്സ് ക്രൈസിസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിലൊരു വളരെ അർജന്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കണമെന്നാണ് നമ്മുടെ നിക്കോള റേഞ്ചർ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. അതുപോലെ രണ്ടാമത്തെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം, ഇംപ്ലിമെന്റിംഗ് നഴ്സസ് പേഷ്യന്റ് റേഷ്യോ. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞായിരുന്നു, ഒരു നഴ്സിന് 10-12 പേഷ്യൻസ് വെച്ചാണ് ഇപ്പം നിലവിലുള്ളത്. ഈ ഒരു സിറ്റുവേഷൻ മാറ്റി ഒരു പ്രോപ്പർ നഴ്സ് പേഷ്യന്റ് റേഷ്യോ കൊണ്ടുവരണമെന്നും, ഈ ഒരു നഴ്സിംഗ് പേഷ്യന്റ് റേഷ്യോ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ നഴ്സസിൻ്റെ റിട്ടൻഷൻ അതിനെ വളരെയധികം ബാധിക്കുമെന്നും, നഴ്സസിന് ഇത് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കുമെന്നാണ് RCNൻ്റെ ഹെഡ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുപോലെ മൂന്നാമത്തെ കാര്യം അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റുഡൻറ്റ് നഴ്സിംഗ് നമ്പേഴ്സാണ്. അത് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഷെയർ ചെയ്തായിരുന്നു. ഇപ്പോൾ ഉള്ള ഒരു ഡൊമസ്റ്റിക് ആയിട്ട് നഴ്സിംഗ് ഡിഗ്രികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിൽ വളരെയധികം ഗണ്യമായുള്ളൊരു ഇടിവ്. ഞാനത് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ന്യൂസ് ഇടാം, നിങ്ങൾ കയറി വായിച്ചു നോക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോ നോക്കുക. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അടുത്തത് മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട്, നാലാമത്തെ കാര്യം. അതുപോലെ അഞ്ചാമത്തെ കാര്യം റൈസിങ് കൺസേൺ ഓഫ് കോറിഡോർ കെയർ. അതിനെക്കുറിച്ചുള്ള ന്യൂസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ, നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പം മെയിനായിട്ട് നമുക്ക് അറിയേണ്ട കാര്യം, അവർ ഫസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത് നഴ്സിംഗ് വർക്ക് ഫോഴ്സ് ക്രൈസിസ് തന്നെയാണ്. ഒരു നഴ്സിംഗ് വർക്ക് ഫോഴ്സ് ക്രൈസിസ് അവർ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മെയിനായിട്ട് നമ്മുടെ RCNൻ്റെ ഹെഡ് നിക്കോള റേഞ്ചർ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് റിവ്യൂവിൽ അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്, ഇംഗ്ലണ്ടിൽ മാത്രമായി 30,000-ത്തിലധികം വേക്കൻസീസ് ഉള്ളതെന്നും, ഇതിൽ വളരെയധികം നഴ്സസ് ഇവിടെ ഇപ്പോൾ ഉള്ളൊരു ജോലി ഉപേക്ഷിച്ച് പോകുവാൻ തയ്യാറായി നിൽക്കുകയാണെന്നും ഒക്കെ RCN ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യമായിട്ട് അർജൻറ്റായിട്ട് നഴ്സസിൻ്റെ റിട്ടൻഷനിലും നഴ്സസിൻ്റെ വെൽഫെയറിലും മെൻ്റൽ ഹെൽത്തിലും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും റിക്രൂട്ട്മെൻറ്റുകൾ നടത്തി, അതുപോലെ ഈ ഒരു നഴ്സസ് പേഷ്യൻ്റ് റേഷ്യോ ഒരു ഫിക്സഡ് റേഷ്യോ കീപ്പ് ചെയ്യണമെന്നും, നഴ്സസിനെ ഈ ഒരു വർക്ക് ഫോഴ്സ് ക്രൈസിസിൽ നിന്ന് കരകയറ്റണമെന്നും ഒക്കെയാണ് ഈ നമ്മുടെ RCN നടക്കുന്ന ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് റിവ്യൂവിൽ നമ്മുടെ ലോർഡ് ഡെർസിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് RCN ഈ ഒരു കാര്യങ്ങൾ, അവർ ഈ ഒരു 5 കാര്യങ്ങൾ മെയിനായിട്ട് അവർ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ശക്തമായ നടപടികൾ ഈ ഒരു 10-year പ്ലാനിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് അവർ ലോർഡ് ഡെർസിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. NHSൻ്റെ റിക്രൂട്ട്മെൻറ്റുകളെ പറ്റിയുള്ള ഓരോ അപ്ഡേറ്റുകളും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇതെല്ലാം NHSൻ്റെ ഇവർ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന റിവ്യൂ സെപ്റ്റംബറിൽ അവർ അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടും. ആ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടതിന് ശേഷം ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഇപ്പോൾ ഉള്ള ചലഞ്ചസ്, ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ്, ഇപ്പോൾ ഉള്ള പെർഫോമൻസ്, ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളെല്ലാം പഠിച്ചിട്ട് അവർ ഒരു 10-year പുതിയൊരു പ്ലാൻ, 10-year ടേൺ അറൗണ്ട് പ്ലാന്, പുതിയൊരു പ്ലാനാണ് മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു 10-year പ്ലാന് റിക്രൂട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ മേഖലയെ കൂടുതലായിട്ട് എങ്ങനെ ഡെവലപ്പ് ചെയ്യും, അതുപോലെ എങ്ങനെ റീഫോം ചെയ്യും, ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനുകൾ എന്തൊക്കെയാണ്, അതുപോലെ മെൻ്റൽ ഹെൽത്ത് റിക്രൂട്ട്മെൻറ്റുകൾ എപ്പോൾ തുടങ്ങും, അതുപോലെ ഇപ്പോൾ ഉള്ള NHSൻ്റെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ എപ്പോൾ റെസ്യൂം ചെയ്യും, അല്ലെങ്കിൽ എത്ര പേരെ ഇനി അവർ റിക്രൂട്ട് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ആ ഒരു 10-year പ്ലാനിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം, അവർ പഠിച്ചതിന് ശേഷം ശരിക്കും കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ ഇതിനെക്കുറിച്ച്, നമ്മുടെ റിക്രൂട്ട്മെൻറ്റുകളെ പറ്റിയും ഫണ്ടിങ്ങിനെ പറ്റിയുള്ള കൂടുതലായിട്ടുള്ള അപ്ഡേറ്റുകൾ അവർ പുറത്തുവിടുന്നത്. സോ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം അവർ സൈലൻ്റായിട്ട് ഈ ഒരു റിവ്യൂ, NHSനെ പറ്റിയുള്ള റിവ്യൂ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കാമെന്ന് തന്നെ നമുക്ക് ഉറപ്പുണ്ട്. വീഡിയോ കാണുന്നത് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ദയവായി നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.